ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി മെത്തേഡിൽ എങ്ങനെയാണ് ഒരു സ്ട്രേറ്റ് കട്ട് കുർത്തി ഓൾട്ടർ ചെയ്യുന്നത് നോക്കാം. എന്നെ കൊണ്ടാവും വിധം മാക്സിമം സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു കുർത്തിയിൽ കാര്യമായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ഒരല്പം ഷേപ്പ് വരുത്തിയാൽ മാത്രം മതി. പെർഫെക്റ്റ് ആയിട്ട് ഒരു കുർത്തി ഷേപ്പ് ചെയ്യാൻ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട മെഷർമെന്റ്സ് എന്ന് പറയുന്നത് ചെസ്റ്റ്, വെയിസ്റ്റ് ആൻഡ് ഹിപ്പ് ആണ്. ഈ ഒരു കുർത്തിയുടെ ചെസ്റ്റിന്റെ ഭാഗത്തെ മെഷർമെന്റ് എടുത്താൽ 18 ഇഞ്ചസ് വരുന്നുണ്ട്. 18ന്റെ പകുതി 9 ഇഞ്ചസ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡിൽ പോയിന്റ് ആണ്. അപ്പോൾ ആ മിഡിൽ പോയിന്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മെഷർമെന്റ് എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചെസ്റ്റിന്റെ ഭാഗത്തെ മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് 30 ഇഞ്ചസ് ആണെന്നിരിക്കട്ടെ. 30 + 4 34. 34 ഡിവൈഡഡ് ബൈ 4 8.5. നമ്മൾ മാർക്ക് ചെയ്യുന്ന മിഡിൽ പോയിന്റിൽ നിന്ന് 8.5 രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് ആയി. ഒന്നുകൂടി പറയാം, നിങ്ങളുടെ ചെസ്റ്റിന്റെ അളവ് എത്രയാണോ അതിന്റെ കൂടി 4 കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡിവൈഡഡ് ബൈ 4 കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ടോപ്പ് സൂപ്പർ ടൈറ്റ് ആയിട്ടൊന്നുമല്ല ഇടാൻ പോകുന്നത് അല്ലേ, നമുക്ക് കുറച്ച് സ്പേസ് വേണമല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പറയുന്ന മെഷർമെന്റിന്റെ കൂടെ 4 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ കാണിക്കുന്ന മെഷർമെന്റ് ആണ് ഇടയിറക്കം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു 2-3 ഇഞ്ച് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇടയിറക്കമായി. അവിടെ വെച്ചിട്ടാണ് നമ്മൾ വേസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. ഞാൻ ചെസ്റ്റിന്റെ മെഷർമെന്റ് എടുക്കുന്ന രീതി പറഞ്ഞല്ലോ, അതേപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റിന്റെയും ഹിപ്പിന്റെയും മെഷർമെന്റ് എടുക്കേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വേസ്റ്റിന്റെ അളവെടുക്കുന്ന സമയത്ത് 26 ഇഞ്ചസ് ആണെന്നിരിക്കട്ടെ. 26 + 4 30. 30 ഡിവൈഡഡ് ബൈ 4 7.5. അപ്പോൾ ആ 7.5 ഈ പറയുന്ന മിഡിൽ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റിന്റെ മെഷർമെന്റും ആയി. സിമിലർലി നിങ്ങൾക്ക് ഹിപ്പിന്റെ മെഷർമെന്റും എടുക്കാം. ഇനി ഹിപ്പിന്റെ മെഷർമെന്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇങ്ങനെയുള്ള റെഡിമെയ്ഡ് കുർത്തിക്ക് നിങ്ങൾ വേസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് സ്ലിറ്റിന്റെ ഭാഗത്തേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഓക്കെ ആയിരിക്കും. സ്ലീവിന്റെ മെഷർമെന്റ് എടുക്കുന്നത് വളരെ ഈസിയാണ്. സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ആംസിന്റെ ഭാഗത്തെ വണ്ണം 10 ഇഞ്ചസ് ആണെന്നിരിക്കട്ടെ. 10 ഡിവൈഡഡ് ബൈ 2 5 ഇഞ്ചസ് എടുക്കാം. അതല്ല നിങ്ങൾക്ക് അല്പം ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ റേഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സിമിലർലി നമുക്ക് റിസ്റ്റിന്റെ മെഷർമെന്റ് കൂടി എടുക്കാം. അപ്പോഴേക്കും നമുക്ക് വേണ്ട മെഷർമെന്റ്സ് എല്ലാം ആയിട്ടുണ്ടാകും. സോ നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോയിന്റ്സ് എല്ലാം കൂടി മാർക്ക് ചെയ്തൊന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ കുറച്ച് യൂസ്ഡ് ആണ്, അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി സ്റ്റിച്ച് ചെയ്യാറാണ് പതിവ്. ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ ബേസിക്സ് മാത്രം പഠിച്ചിട്ടുള്ള ഒരാളാണ്, അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല. സോ ഓരോ ആളുകളും ആ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത് അവരുടേതായ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പഠിച്ച രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മെഷർമെന്റും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഈ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, ബിക്കോസ് അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.